ഭൂമിയിലെ ഏറ്റവും തണുത്ത സ്ഥലം, ഏറ്റവും ശക്തമായ കാറ്റുകൾ വീശുന്ന ഭൂഖണ്ഡം, മനുഷ്യർ സ്ഥിരമായി താമസിക്കാത്ത ലോകത്തിലെ ഏക ഭൂഖണ്ഡം, അതാണ് അന്റാർട്ടിക്ക. പക്ഷേ യഥാർത്ഥത്തിൽ അന്റാർട്ടിക്ക എന്താണ്? മഞ്ഞ് മൂടിയ ഒരു മരുഭൂമിയോ, അല്ലെങ്കിൽ ഭൂമിയുടെ അവസാനത്തെ പര്യവേക്ഷണം ചെയ്യപ്പെടാത്ത ലോകമോ? ലോകത്തിൻ്റെ തെക്കേ അറ്റത്താണ് അന്റാർട്ടിക്ക സ്ഥിതി ചെയ്യുന്നത്. മിക്ക ആളുകളും ഇതിനെ ഒരു വലിയ മഞ്ഞുപാളിയായി മാത്രമാണ് ചിന്തിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു മുഴുവൻ ഭൂഖണ്ഡമാണ്. യൂറോപ്പിനേക്കാൾ പോലും വലിയ ഭൂവിഭാഗം. പക്ഷേ അതിൻ്റെ ഏകദേശം 98% കട്ടിയുള്ള മഞ്ഞുപാളികൾ കൊണ്ടാണ് മൂടപ്പെട്ടിരിക്കുന്നത്. ചില ഭാഗങ്ങളിൽ ഈ മഞ്ഞിൻ്റെ കട്ടി 4 കിലോമീറ്ററിലധികം വരും. അതായത് ചില സ്ഥലങ്ങളിൽ മഞ്ഞിന് താഴെ പർവ്വതങ്ങളും താഴ്വരകളും തടാകങ്ങളും മുഴുവൻ മറഞ്ഞു കിടക്കുന്നു. നമ്മളിന്ന് കാണുന്ന വലിയ നഗരങ്ങളിലെ കെട്ടിടങ്ങളേക്കാൾ ഉയരമുള്ള മലനിരകൾ പോലും ഈ മഞ്ഞുകട്ടകൾക്ക് അടിയിൽ ഒളിഞ്ഞിരിപ്പുണ്ടാകാം. അന്റാർട്ടിക്കയിലെ തണുപ്പ് എത്ര ഭീകരമാണെന്ന് മനസ്സിലാക്കാൻ ഒരു കാര്യം മതി. ഇവിടെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില -89°C ആണ്. അത്തരം തണുപ്പിൽ മനുഷ്യൻ്റെ ചർമ്മം കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നശിച്ചു പോകാം. പുറത്ത് വെച്ച ചൂടുവെള്ളം പോലും വായുവിൽ വെച്ച് തന്നെ ഐസായി മാറും. പക്ഷേ കൗതുകകരമായ കാര്യം എന്തെന്നാൽ അന്റാർട്ടിക്ക ടെക്നിക്കലി ഒരു മരുഭൂമിയാണ്. കാരണം ഇവിടെ മഴ വളരെ കുറവാണ് ലഭിക്കുന്നത്. ചില ഭാഗങ്ങളിൽ വർഷങ്ങളോളം കാര്യമായ മഞ്ഞുവീഴ്ച പോലും ഉണ്ടാകില്ല. അതായത് മരുഭൂമി എന്നത് വെറും ചൂടുള്ള മണൽ പ്രദേശം മാത്രമല്ല. വളരെ കുറച്ച് മഴ ലഭിക്കുന്ന ഏത് പ്രദേശവും മരുഭൂമി എന്ന വിഭാഗത്തിൽ വരാം. ഈ കണക്ക് വെച്ച് നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി സഹാറയല്ല, അത് അന്റാർട്ടിക്കയാണ്. ഇപ്പോൾ പലർക്കും ഒരു സംശയം വരാം, അവിടെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? അവിടെ സ്ഥിരമായ ജനസംഖ്യ ഇല്ല. അവിടെ ഒരു രാജ്യം പോലെയുള്ള സാധാരണ നഗരങ്ങളോ ഗ്രാമങ്ങളോ ഇല്ല. പക്ഷേ വർഷം തോറും ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞർ അവിടെ ഗവേഷണ കേന്ദ്രങ്ങളിൽ താമസിക്കുന്നു. വിവിധ രാജ്യങ്ങൾ അവിടെ ശാസ്ത്രീയ താവളങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അമേരിക്ക, റഷ്യ, ചൈന ഉൾപ്പെടെ പല രാജ്യങ്ങൾക്കും സ്വന്തം ഗവേഷണ കേന്ദ്രങ്ങൾ ഉണ്ട്. നമ്മുടെ ഇന്ത്യക്ക് പോലും അന്റാർട്ടിക്കയിൽ ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. മൈത്രി, ഭാരതി പോലുള്ള കേന്ദ്രങ്ങൾ വഴി ഇന്ത്യൻ ശാസ്ത്രജ്ഞർ കാലാവസ്ഥാ വ്യതിയാനം, ഭൂഗർഭശാസ്ത്രം, അന്തരീക്ഷം എന്നിവയെക്കുറിച്ച് പഠിക്കുന്നു. അവിടെ ജീവിക്കുന്നത് സിനിമകളിൽ കാണുന്നത് പോലെ ഒരു റൊമാൻറ്റിക് സാഹസികതയല്ല. പുറത്ത് ചില സമയങ്ങളിൽ കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ 200 കിലോമീറ്ററിന് മുകളിലേക്ക് പോകും. മഞ്ഞുകാറ്റ് വന്നാൽ കാഴ്ചപരിധി ഏകദേശം 0 സ്വന്തം കൈകൾ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയാണിത്. ചില മാസങ്ങളിൽ സൂര്യൻ അസ്തമിക്കാതെ തുടരും. മറ്റു ചില മാസങ്ങളിൽ സൂര്യനെ കാണാനേ സാധിക്കില്ല. കാരണം ഭൂമിയുടെ ചെരിവ് മൂലം അന്റാർട്ടിക്കയിൽ 6 മാസം പകലും 6 മാസം ഇരുട്ടും പോലുള്ള തീവ്രമായ സാഹചര്യങ്ങൾ അനുഭവപ്പെടും. പക്ഷേ അന്റാർട്ടിക്കയുടെ ഏറ്റവും വലിയ പ്രാധാന്യം മറ്റൊന്നാണ്. അത് ഭൂമിയുടെ കാലാവസ്ഥാ വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണ്. ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ ഏകദേശം 70% അന്റാർട്ടിക്കയിലെ മഞ്ഞിലാണ് സംഭരിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന് സങ്കല്പിച്ച് നോക്കൂ, അന്റാർട്ടിക്കയിലെ മുഴുവൻ മഞ്ഞും ഒരിക്കൽ ഉരുകിയാൽ എന്ത് സംഭവിക്കും? ശാസ്ത്രജ്ഞരുടെ കണക്ക് പ്രകാരം ആഗോള സമുദ്രനിരപ്പ് ഏകദേശം 58 മീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ലോകത്തിലെ നിരവധി തീരദേശ നഗരങ്ങൾ വലിയ അപകടം നേരിടും. മുംബൈ, ന്യൂയോർക്ക്, ദുബായ്, ബാങ്കോക്ക് പോലുള്ള വലിയ നഗരങ്ങളുടെ പല ഭാഗങ്ങളും വെള്ളത്തിലടിയിലാകാൻ പോലും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ അന്റാർട്ടിക്കയെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ മറ്റൊരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമുണ്ട്. ഈ മഞ്ഞുപാളികൾ പൂർണ്ണമായും നിശ്ചലമല്ല. കൂറ്റൻ മഞ്ഞുമലകൾ പതുക്കെ കടലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ വലിയ മഞ്ഞുകട്ടകൾ വേർപെട്ട് സമുദ്രത്തിലേക്ക് ഒഴുകിപ്പോകും. സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നഗരങ്ങളോളം വലിപ്പമുള്ള മഞ്ഞുമലകൾ വരെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. അന്റാർട്ടിക്കയുടെ അടിയിൽ എന്താണ് ഉള്ളത് എന്നതും വളരെ കൗതുകകരമാണ്. മഞ്ഞിന് താഴെ മറഞ്ഞിരിക്കുന്ന പർവ്വതങ്ങളും താഴ്വരകളും തടാകങ്ങളും ഉണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമായത് വോസ്റ്റോക്ക് തടാകമാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങളായി കട്ടിയുള്ള മഞ്ഞിന് താഴെ പൂർണ്ണമായും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു തടാകം. അവിടെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത സൂക്ഷ്മജീവികൾ ഉണ്ടാകാമെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു.
ഒരുപക്ഷെ ഭൂമിയിൽ മറ്റൊരിടത്തും കാണാത്ത തരം ജീവജാലങ്ങൾ അവിടെ ഉണ്ടാകാം. ഇന്നും മനുഷ്യൻ്റെ സാന്നിധ്യം വളരെ കുറവുള്ള ഭൂമിയിലെ അപൂർവം സ്ഥലങ്ങളിലൊന്നാണ് അന്റാർട്ടിക്ക. മനുഷ്യർ വളരെ കുറച്ച് മാത്രം പര്യവേക്ഷണം ചെയ്ത സ്ഥലങ്ങളിൽ ഒന്നാണിത്. ആഴത്തിലുള്ള മഞ്ഞിന് താഴെ എന്തെല്ലാം രഹസ്യങ്ങൾ ഉണ്ടെന്ന് ഇന്നും പൂർണ്ണമായി അറിയില്ല. ഇതിനെ ചുറ്റിപ്പറ്റി ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും ധാരാളമുണ്ട്. ഒളിഞ്ഞിരിക്കുന്ന നാഗരികതകൾ, രഹസ്യ സൈനിക താവളങ്ങൾ വരെ പല കഥകളും ഇൻ്റർനെറ്റിൽ പ്രചരിക്കാറുണ്ട്. പക്ഷേ ഇവയിൽ പലതിനും ശാസ്ത്രീയമായ തെളിവുകളില്ല. യഥാർത്ഥ അന്റാർട്ടിക്ക തന്നെ അത്ര നിഗൂഢമായതിനാൽ ആളുകൾക്ക് കൂടുതൽ ഭാവനകൾ വരുന്നതാണ്. ഇവിടുത്തെ വന്യജീവികളും വ്യത്യസ്തമാണ്. പെൻഗ്വിനുകൾ, സീലുകൾ, തിമിംഗലങ്ങൾ അതിശക്തമായ തണുപ്പിൽ അതിജീവിക്കാൻ പ്രത്യേക കഴിവുകളുള്ള ജീവികൾ. പ്രത്യേകിച്ച് പെൻഗ്വിനുകൾ അന്റാർട്ടിക്കയുടെ ഒരു അടയാളം തന്നെയാണ്. ആയിരക്കണക്കിന് പെൻഗ്വിനുകൾ ഒന്നിച്ച് മഞ്ഞിൽ നിൽക്കുന്ന കാഴ്ചകൾ ലോകത്തിലെ ഏറ്റവും സവിശേഷമായ പ്രകൃതി ദൃശ്യങ്ങളിൽ ഒന്നാണ്. മറ്റൊരു രസകരമായ കാര്യം, പോളാർ ബിയറുകൾ അന്റാർട്ടിക്കയിൽ ഇല്ല. പലർക്കും പോളാർ ബിയറുകളും പെൻഗ്വിനുകളും ഒരേ സ്ഥലത്താണെന്ന് തോന്നും. പക്ഷേ പോളാർ ബിയറുകൾ ആർട്ടിക് മേഖലയിലാണ് ജീവിക്കുന്നത്. പെൻഗ്വിനുകൾ പ്രധാനമായും തെക്കൻ അർദ്ധഗോളത്തിലും പ്രത്യേകിച്ച് അന്റാർട്ടിക്കയിലുമാണ് കാണപ്പെടുന്നത്. ചുരുക്കത്തിൽ ഭൂമിയുടെ 2 അറ്റങ്ങളിലായാണ് ഇവരുടെ താമസം. അന്റാർട്ടിക്കയ്ക്ക് മറ്റൊരു പ്രത്യേക പദവിയും ഉണ്ട്. ഒരു രാജ്യം ഔദ്യോഗികമായി സ്വന്തമാക്കിയ ഭൂഖണ്ഡമല്ല ഇത്. അന്റാർട്ടിക് ഉടമ്പടി എന്ന അന്താരാഷ്ട്ര കരാർ പ്രകാരം ഈ ഭൂഖണ്ഡം പ്രധാനമായും സമാധാനപരമായ ശാസ്ത്രീയ ഗവേഷണങ്ങൾക്കായി സംരക്ഷിച്ചിരിക്കുകയാണ്. അതായത് സൈദ്ധാന്തികമായി ഇത് മുഴുവൻ മനുഷ്യരാശിക്കുമുള്ള ഒരു ശാസ്ത്ര മേഖല പോലെയാണ്. യുദ്ധങ്ങളോ ഖനനങ്ങളോ അവിടെ അനുവദനീയമല്ല. എന്നാൽ ഭാവിയിൽ ഇതിൻ്റെ പ്രാധാന്യം ഇനിയും കൂടും. കാലാവസ്ഥാ വ്യതിയാനം കാരണം അന്റാർട്ടിക്കയിൽ സംഭവിക്കുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ലോകത്തെ മുഴുവൻ ബാധിക്കാം. അതുകൊണ്ട് ശാസ്ത്രജ്ഞർ ഇന്നും ഈ മഞ്ഞുഭൂഖണ്ഡത്തെ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ ഭാവിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് സൂചനകൾ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇന്നും അന്റാർട്ടിക് ഭൂമിയിലെ ഏറ്റവും നിഗൂഢവും പ്രധാനപ്പെട്ടതുമായ സ്ഥലങ്ങളിൽ ഒന്നായി തുടരുന്നു.